ജലീൽ പുനലൂർ അങ്ങനെ ലൈനിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് IPSകാരൊക്കെ ഇങ്ങനെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു സാങ്കത്യത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. 2008 മുംബൈ ഭീകരാക്രമണമാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദം. 170 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു സംഭവം. അന്ന് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി കൊടുക്കണമെന്ന് ആ യോഗത്തിൽ, ഒരു ഉന്നതതല യോഗത്തിൽ അന്ന് എയർഫോഴ്സ് ചീഫ് FH മേജർ ജനറൽ ഫാലിം ഹോമി ആവശ്യപ്പെടുകയാണ്. പക്ഷേ പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ ശത്രുരാജ്യത്തോട് ഈ സമയത്ത് 2004 മുതൽ 2014 വരെയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ കൂടി സഖ്യകക്ഷിയായ കോൺഗ്രസ് എന്ത് സമീപനമാണ് എടുത്തത് എന്നത് വളരെ വ്യക്തമാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ നോവിക്കപ്പെട്ട പലരും സിവിൽ സർവീസിലുണ്ട്, ജുഡീഷ്യറിയിലുണ്ട്, അങ്ങനെ മറ്റ് പല മേഖലകളിലുമുണ്ട്. അവരൊക്കെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അതാണ് ഡോക്ടർ TP സെൻകുമാർ വിശദീകരിച്ചത്. അല്ല, അത് നല്ല തമാശയാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ BJP ആണ് ദേശീയത, അല്ലെങ്കിൽ RSS ആണ് ദേശീയത. അതിലേക്ക് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒറ്റ കാര്യം ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി. അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം സംസാരിച്ചത് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആ വിധി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, പക്ഷെ അത് അന്തിമമല്ല, അവർക്ക് സുപ്രീം കോടതിയിൽ പോകാമല്ലോ. ഈ 58 പേരുടെ ജീവൻ എടുത്ത ഈ കൊടും ഭീകരരെ വെള്ളപൂശുന്ന സമീപനം അങ്ങയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. അതാണ് അവർക്ക് സുപ്രീം കോടതിയിൽ പോകാമല്ലോ എന്നുള്ളൊരു വാദം അങ്ങ് ഉന്നയിക്കുന്നതിന് പിന്നിൽ. അങ്ങ് യഥാർത്ഥ ദേശസ്നേഹിയാണെങ്കിൽ ഈ ഇരട്ട സ്ഫോടനങ്ങൾക്ക്, ഈ സീരിയൽ ബ്ലാസ്റ്റിന് കാരണക്കാരായ വാഗമൺ സിമി ക്യാമ്പിന് നേതൃത്വം നൽകിയ ഈ നിരവധി ബോംബ് സ്ഫോടനങ്ങൾക്ക് സൂത്രധാരന്മാരായി വർത്തിച്ച ഷാദുലി, ഷിബിലി തുടങ്ങിയ ഈ നരാധമന്മാരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം അങ്ങയുടെ ഒരു വാക്കിൽ പോലും പ്രകടമാകുമായിരുന്നില്ല. നോക്കൂ, ദേശീയതയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് തരാൻ അവിടെ ഇരിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ ദേശീയതയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. 90,000-ഓളം ആളുകളുടെ പേര് ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായവരെ, ജിഹാദ് നടത്തി, ബ്രിട്ടീഷുകാരനോട് ജിഹാദ് നടത്തി ഷഹീദായവരുടെ പേര് ഇന്നും മായ്ക്കാതെ, സംഘപരിവാർ ഭരിച്ചിട്ട് പോലും മായ്ക്കാതെ അവിടെ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയതയെ സംബന്ധിച്ച് അത് പറയാം. പിന്നെ വാഗമൺ കേസ് ആവർത്തിച്ച് നിങ്ങൾ അതൊക്കെ എന്നോ കോടതി എഴുതിത്തള്ളിയ കേസുകളാണ്. ഒരു വാഗമണ്ണോ ഒരു സിമി കേസോ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കും? ദേശീയതയെ സംബന്ധിച്ച് പറഞ്ഞു. ഈ വാഗമൺ കേസും കനകമല കേസും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തിയത് ആരാണ്? കേരളത്തിലെ പോലീസായിരുന്നു. നോക്കൂ, കേരളത്തിലെ പോലീസായിരുന്നു ഇതൊക്കെ കണ്ടുപിടിച്ചത്. നോക്കൂ, ഈ ഡിബേറ്റിൽ ആത്യന്തികമായിട്ട് നിങ്ങളുടെ പക്ഷം വിജയിക്കണം എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ 3-4 പേരുണ്ട്, ഇനിയും വരും ആളുകൾ. സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ട ഒരു ശബ്ദം എന്നുള്ള നിലയിൽ എന്നെ തടസ്സപ്പെടുത്താതിരിക്കേണ്ടത് ഒരു മാനുഷിക നടപടിയാണ്. അതുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതിനൊക്കെ അക്കമിട്ട് മറുപടി പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നിലയിലുള്ള ഒരു ചിന്താഗതി രൂപപ്പെട്ടു പോയി. ജഡ്ജിമാർ വന്നത് സനാതന ധർമ്മത്തിലേക്കോ ദേശീയതയിലേക്കോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് മണ്ണാങ്കട്ടയാണെന്ന്. അത് റിട്ടയർമെന്റ് കാലത്ത് ഗവർണർ ആകാനും, അത് അല്ലെങ്കിൽ രാജ്യസഭ MP ആകാനും, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആകാനുമുള്ള ഒരു കുറുക്കു വഴിയാണ് ഇന്നത്തെ ദേശീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേശീയത പറഞ്ഞതുകൊണ്ടാണ് മുൻ DGP അടക്കമുള്ളവർ RSSലേക്കോ അതിന്റെ പക്ഷത്തേക്കോ പോയത്. അങ്ങ് വിമർശിക്കുന്ന ഡോക്ടർ TP സെൻകുമാർ ഏത് പദവിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് കൂടി അങ്ങൊന്ന് പറയൂ. അല്ല, അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഭിന്നത വളർത്താനാണ്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഇവിടെ നടത്തേണ്ടത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനാണ്, വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിനാണ്, മാനുഷിക ഐക്യം കൂട്ടിപ്പിടിക്കാനുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കേണ്ടത്. റിട്ടയർമെന്റ് കാലത്ത്, ഇനി അധിക കാലമില്ല, ഉള്ള കാലത്ത് അദ്ദേഹം തന്നെ പറയുന്ന ഹൈന്ദവ ദർശനം ഉയർത്തുന്നത് മാനുഷികതയാണ്. ആ മാനുഷികതയ്ക്ക് പകരം അദ്ദേഹത്തെ പോലെയുള്ള ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ആയിപ്പോയത് സത്യത്തിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. പക്ഷപാതിയാകരുത്, വർഗീയതയ്ക്ക് ഓരം ചേർന്ന് നടക്കരുത്, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കരുത്. അദ്ദേഹം പറഞ്ഞല്ലോ, ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്ഫോടനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു.
2002-ൽ 2100-ഓളം നിരപരാധികളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വിധത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെയും അത് ഒരു ന്യൂനപക്ഷക്കാരനായാലും ഭൂരിപക്ഷക്കാരനായാലും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ അതിൽ ജാതീയത കലർത്തരുത്, അതിൽ മതം കലർത്തരുത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വന്ന എല്ലാ ആളുകളെയും സ്വീകരിച്ചവരാണ് ഞങ്ങൾ. സാറേ, ഈ ആര്യന്മാർ ഇവിടെ നിന്ന് വന്നതാ. അവർ സിന്ധു നദീതട തീരത്ത് പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നതാ. ചരിത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദസംവാദം നടത്താം. എല്ലാവരും വരുത്തന്മാരാണ് ഇവിടെ. പിന്നെ താങ്കൾ പറഞ്ഞു എല്ലാവരെയും മനുഷ്യരായി കണ്ട ഒരു സനാതന ധർമ്മം. എന്റെ പൊന്നു സാറേ, 57 വയസ്സുള്ള ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഇന്നാളെ ഞാൻ പങ്കിട്ട് ക്ലാസ് എടുത്തതാ. വഴി നടക്കാൻ സാധിക്കാത്തവൻ, പൊതു കിണറിൽ നിന്ന് ദാഹജലം കുടിക്കാൻ സാധിക്കാത്തവൻ, വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വില്ലുവണ്ടിയിൽ ജാഥ നടത്തിയ അയ്യങ്കാളിയുടെ ഗതികേടുണ്ടായ മണ്ണ അന്നൊക്കെ താങ്കൾ ഉയർത്തിയ ഈ വിശാലമായ മാനുഷികമായ സനാതന ധർമ്മമൊക്കെ ലീവിൽ പോയിരുന്നോ സാറേ? ഇന്നലെ നടന്നിരിക്കുന്നു യു.പിയിൽ. താങ്കളെ പോലെയുള്ള ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥൻ ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർണ നടത്തിയവരെ പേപ്പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുകയാണ് യു.പിയിൽ. ഇതാണോ താങ്കൾ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന, വിശാലാർത്ഥത്തിൽ പറയുന്ന സനാതന ധർമ്മം? രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള ഡോക്ടർ ടി പി സെൻകുമാർ സർ, അതിലൊന്ന് മറുപടി പറഞ്ഞു പോയെങ്കിൽ നമുക്കൊന്ന് ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോകാം. അല്ല, ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നടന്നു. അവരുടെ മാതാപിതാക്കൾ ഇന്ന് TV-യിൽ പറയുന്നത് ഞാൻ കണ്ടതാണ്. ആ കുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ചിരുന്നു. ആ കുട്ടിക്കെതിരെ വളരെ ഭീകരമായിട്ട് കാല് മുതൽ തല വരെ ഭീകരമായിട്ട് മർദ്ദിച്ച് അതിനുശേഷമാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞിരുന്നത് ഈ കാര്യമാണ്. ഇത് 6-7 മാസം മുന്നേ മാത്രമാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് MBBS പഠിക്കാൻ പോയൊരു കുട്ടിയാണിത്. അപ്പോൾ അവിടെ ചെല്ലുന്ന ഒരാൾക്ക്, ഇപ്പം 2 പേർക്ക് അങ്ങനെ വന്നാൽ, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അങ്ങനെ കണ്ടാൽ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ട ആവശ്യം എങ്ങനെയാണ് അയാൾക്ക് തോന്നാനിട വരുന്നത്? പിന്നെ ഇതൊക്കെ നോക്കൂ, ആദ്യം തന്നെ ജനൻ ടിവിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ഈ ജലീൽ പുന്നലീറിനോടൊക്കെ സംസാരിച്ച് കാരണം നമ്മളൊരു കുടം കമിഴ്ത്തി വെച്ച് എത്ര വെള്ളം ഒഴിച്ചാലും ആ കുടത്തിലേക്ക് ഒരു തുള്ളി പോലും കയറില്ല. അതാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എത്രയേറെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഇത് അവരുടെ ചെവികളിലേക്ക് ചെല്ലില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കും.